നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബല്ല, വരും ദിവസങ്ങളിൽ ഹൈഡ്രജൻ ബോംബ് പുറത്തു വരുമെന്ന് പറഞ്ഞിരുന്നു. ആ തരത്തിലുള്ള ഒരു വിശദീകരണം വന്നതോടുകൂടി എന്തായിരിക്കും ആ ഹൈഡ്രജൻ ബോംബെന്ന വലിയ ആകാംക്ഷയിലാണ് ഏവരും. വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് നീക്കുന്നതിലും കൂട്ടിച്ചേർക്കുന്നതിലും സംഘടിതമായ ശക്തിയും ബുദ്ധി കേന്ദ്രവും ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. എന്തായാലും വോട്ട് ചോർച്ച ആരോപണങ്ങളുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോൾ ആരോപണങ്ങൾ ശക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി. അത് വളരെ ഡയറക്റ്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇനി ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരുപക്ഷെ വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ വിജയമാണോ എന്ന ഒരു തരത്തിലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ്. കാരണം നമുക്കറിയാം, ഒരു വേള തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി ഏതാണ്ട് 6000-ൽ പരം വോട്ടിന് പിന്നിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലീഡ് ഉയർത്തി അദ്ദേഹം വിജയിച്ചു വരുന്നു വാരണാസിയിൽ. അതൊക്കെ വലിയ തോതിൽ രാഹുൽ ഗാന്ധി അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ബോംബ് എന്ന രീതിയിൽ അത് പുറത്തു വിടുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം തന്നെ രാജ്യവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ വെളിപ്പെടുത്തലുകളിലൂടെ ഒരു ഹൈഡ്രജൻ ബോംബ് താൻ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി ഒരു സൂചന തന്നെ നൽകിയിരുന്നു. ഉന്നത ഭരണകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ഈ ഹൈഡ്രജൻ ബോംബ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഉന്നത ഭരണകേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന റെക്കോർഡ് ചെയ്ത ശബ്ദ ശകലങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടാനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് ഒരു അനുമാനം. എന്തായാലും ഇത് നരേന്ദ്രമോദിയെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ആരോപണമായിരിക്കുമോ? അത് എത്തരത്തിൽ രാജ്യത്ത് വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.